കേരള യൂണിവേഴ്സിറ്റി രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത വിസിയുടെ നടപടി പ്രത്യേക സിൻഡിക്കേറ്റ് യോഗം റദ്ദു ചെയ്തു. വിസിയുടെ ചുമതല വഹിക്കുന്ന സിസ തോമസിന്റെ വിയോജനക്കുറിപ്പ് മറികടന്നാണ് സിൻഡിക്കേറ്റ് യോഗത്തിലെ തീരുമാനം. രജിസ്ട്രാറെ നിയമിക്കുന്നതിനും നടപടികൾ എടുക്കുന്നതിനും സിൻഡിക്കേറ്റിനാണ് ചുമതലയെന്നും വിസിയുടേത് ചട്ടങ്ങളും നടപടിക്രമങ്ങളും പാലിക്കാതെയുള്ള തീരുമാനമാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് സസ്പെൻഷൻ റദ്ദു ചെയ്തത്. എന്നാൽ റദ്ദാക്കൽ തീരുമാനത്തിന് നിയമസാധുതയില്ലെന്നും തന്റെ സാന്നിധ്യത്തിൽ അത്തരമൊരു തീരുമാനമുണ്ടായിട്ടില്ലെന്നും താൻ യോഗത്തിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷമുള്ള തീരുമാനത്തിന് നിയമസാധുതയില്ലെന്നും വിസി സിസ തോമസ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. വേറൊരു വിഷയം എടുത്ത് ഡിസ്കസ് ചെയ്യാൻ അത് ഒരിക്കലും ഒരു അപ്രൂവ്ഡ് അജണ്ട ഐറ്റം അല്ലാത്തത് കൊണ്ട് തന്നെ അത് കഴിയില്ല എന്നുള്ളതാണ് എന്റെ അറിവ്. ഈ സിൻഡിക്കേറ്റ് ഡിസോൾവ് ചെയ്തുകൊണ്ടാണ് ഞാൻ പുറത്തോട്ട് വന്നത്. അജണ്ട ഐറ്റത്തിന്റെ ട്രൂ ഒരു വളരെ വയലേഷനാണ് അത് കാണിക്കുന്നത്. യൂണിവേഴ്സിറ്റി വേറൊരു രീതിയിൽ നിൽക്കുന്നു എന്നുള്ളത് അത് തീർച്ചയായിട്ടും അവിടെ ഒരു കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസി ആണ് സസ്പെൻഡ് ചെയ്തത്. ആ സസ്പെൻഷനെ സപ്പോർട്ട് ചെയ്യാനേ വിസിക്ക് പറ്റില്ല. അത് കോടതിയിലുള്ള വിഷയമാണ്. അത് ഡിസ്കസ് ചെയ്യാനേ നമ്മൾ വിസി യോഗം പിരിച്ചുവിട്ട ശേഷം ഇടതംഗങ്ങൾ യോഗം തുടരുന്നതിൽ നിയമസാധുതയില്ലെന്നും സസ്പെൻഷൻ പിൻവലിക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം കോടതിയുടേതാണെന്നും സിസ തോമസ് പറഞ്ഞു. യോഗം അവസാനിപ്പിച്ചതായി വൈസ് ചാൻസലർ പ്രഖ്യാപിച്ചതിനു ശേഷം സിപിഎം അംഗങ്ങൾ പാർട്ടി യോഗം ചേരുകയായിരുന്നുവെന്ന് ബിജെപി സിൻഡിക്കേറ്റ് അംഗങ്ങളായ PS ഗോപകുമാർ, വിനോദ് കുമാർ, TG നായർ തുടങ്ങിയവർ ആരോപിച്ചു. സസ്പെൻഷൻ നടപടി ശരിയോ തെറ്റോ എന്നുള്ളത് പിന്നീട് ഇനി വരുന്ന സിൻഡിക്കേറ്റ് അജണ്ട വെച്ച് വിളിക്കുന്ന യോഗത്തിൽ ചർച്ച ചെയ്യും. റദ്ദാക്കണമെന്നുള്ള ആവശ്യം വന്നു. ആ ആവശ്യം അജണ്ടയ്ക്ക് പുറത്തുള്ളതായതുകൊണ്ട് അധ്യക്ഷ അനുവദിച്ചിട്ടില്ല, വൈസ് ചാൻസലർ അനുവദിച്ചിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളും അതിൽ നിന്ന് വിട്ടുതരും. യോഗം അവസാനിപ്പിച്ചതായിട്ട് പ്രഖ്യാപിച്ചിട്ട് അധ്യക്ഷ യോഗം അവസാനിപ്പിച്ചതായിട്ട് റിസോൾവ് ചെയ്തു, ചേംബറിൽ പോയി. ഡിസോൾവ് ചെയ്തെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് പോയിരിക്കുന്നത്. കാരണം അജണ്ടയിൽ ഇല്ലാത്ത ഐറ്റംസ് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അത് ഡിസോൾവ് ചെയ്തു എന്നിട്ട് തന്നെയാണ് പോയി. അല്ലാതെ ഇറങ്ങിപ്പോക്കൊന്നും ഇല്ലല്ലോ. അതല്ല ചെയ്തിരിക്കുന്നത്. പിന്നെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ പാർട്ടി സമ്മേളനമായിരിക്കും, അറിയില്ല. അത് ലീഗലും അല്ല. ഇത് കൃത്യമായിട്ട് ഒറ്റ അജണ്ടയിൽ മാത്രം കൂടിയ ഒരു സ്പെഷ്യൽ അജണ്ട, ഫൈനലൈസ് ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്സ് ടു ബി ഫൈൽഡ് ബിഫോർ ദ ഹോണറബിൾ ഹൈക്കോർട്ട് ഓഫ് കേരള എന്ന് പറഞ്ഞിട്ട് ഒറ്റ സിംഗിൾ അജണ്ടയിൽ നടക്കുന്ന ഒരു പരിപാടി രാവിലോട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അത് രജിസ്ട്രാറുടെ സസ്പെൻഷൻ വിഷയം കോടതി തീരുമാനിക്കട്ടെ എന്ന് കോൺഗ്രസ് സിൻഡിക്കേറ്റ് അംഗം ഫസൽ പറഞ്ഞു. ഒരിക്കലും നമ്മൾ ഒരു വൈസ് ചാൻസലർക്ക് ഒരു രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാൻ അധികാരമില്ല. അത് തികച്ചും തെറ്റാണ്. നടപടിക്കെതിരാണ് യോഗത്തിൽ ഭൂരിപക്ഷ നിലപാടിനൊപ്പം അല്ല. കോൺഗ്രസ് കോടതിയിൽ ഇരിക്കുന്ന ഒരു കാര്യമാണ്. അത് കോടതിയുടെ തീരുമാനം വരട്ടെ.